തുടക്കത്തിൽ തന്നെ നമുക്ക് 1 ലക്ഷം രൂപയോളം 10 സെന്റിക്ക് ചെലവ് വരും പറഞ്ഞല്ലോ. അപ്പൊ ഇത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഏകദേശം എത്ര തിരിച്ചു കിട്ടാന്ന് പറഞ്ഞാല് ഒരു 4 നുള്ള് 4-5 നുള്ള് നല്ല കൊടിയാണെങ്കിൽ 5 നുള്ളു കൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടും, ദിവസം കിട്ടും. അല്ലെങ്കിൽ കൊടി മോശമായി കഴിഞ്ഞാൽ ഒത്തുവരാൻ പാടാണ്. അപ്പൊ ഒരു 4-5 നുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 3-4 മാസം നുള്ളിയാൽ ഏകദേശം പൈസ കിട്ടാൻ ചാൻസ് കിട്ടും. പിന്നെ അതിന്റെ വില കുറഞ്ഞും കയറിയും കൊണ്ടും നിൽക്കും. പിന്നെ ഒരു 100 കെട്ട് 120 കെട്ട് വരും. 120 കെട്ട് ഒരു 2 ആൾ പണി വരും. 2 ആൾക്ക് പണിയെടുക്കും 10 സെന്റില് അല്ല നമ്മള് നുള്ളുണ്ടാക്കണേ 2 ആളെ പണി വരും. 120 കെട്ട്. പിന്നെ അതിന്റെ കൂലി കഴിച്ചാൽ ഇപ്പൊ അതിന്റെ ബാക്കിയുള്ള പൈസ കിട്ടും. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മാസം മുതൽ നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഒരു 4 മാസത്തിൽ കുറച്ച് വളവെടുക്കാം. നമ്മൾ ഒരു 1000 കാല് കൊടി ഉണ്ടെങ്കിൽ ഒരു 10 കെട്ട് 15 കെട്ട് കണ്ണിവേറ്റിലെ ഫസ്റ്റ് നുള്ളുണ്ടാവും. ആദ്യത്തെ 4 മാസം. പിന്നെ അത് 15 ദിവസം കഴിഞ്ഞാൽ ആ 15 കെട്ടുള്ള ഒരു 45 കെട്ടൊക്കെ ആയി വരും. പിന്നെ കൂടും. പിന്നെ 100 കെട്ടൊക്കെ ആവും. 3-ാം നുള്ളൊക്കെ ആവും 10 സെന്റില്. പിന്നെ കൂടി ഇങ്ങനെ വരും. പിന്നെ 100 കെട്ടായി പിന്നെ അങ്ങനെ കൂടി അങ്ങനെ വരലാണ്. അപ്പൊ എന്തായാലും 1 ലക്ഷം രൂപ ഇറക്കിയാൽ നമുക്കൊരു 6 മാസം കൊണ്ട് 7 മാസം കൊണ്ട് നമ്മൾ ഇറക്കിയ പൈസ കൃത്യമായ പരിപാലനം ഉണ്ടെങ്കിൽ കിട്ടൂലേ? കിട്ടും. പിന്നെ 2-ാം വർഷം ആകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറവായി. പിന്നെ വെറ്റില കൃഷി എന്ന് പറയുന്നത് ലാഭമുള്ള കൃഷിയാണ്. അധ്വാനം കൂടുതലാണ്. ഇതില് നമുക്ക് കൃത്യമായ അറിവ് വേണം. ഈ പന്തല് കെട്ടുന്നതും പിന്നെ മറ്റുള്ള കവുങ്ങ് ചീന്തി പൊട്ടിച്ച് അങ്ങനെ ഒരുപാട് പണികളുണ്ട്. പക്ഷെ നമുക്ക് നേരിട്ട് ഈ ഒരു കൃഷിയിലേക്ക് ആരും ഇറങ്ങരുത്. ഇതുപോലെ ചെയ്ത് അനുഭവസ്ഥരെടുത്ത് വന്ന് കണ്ട് ചോദിച്ചു മനസ്സിലാക്കി ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ പുതിയ ആളുകൾ വരുന്നില്ല. പക്ഷെ ഇത് പണി അറിയാത്തതുകൊണ്ട്, ഇത് ചായച്ചിലും കെട്ടാലും ഇതിന്റെ പണി അറിയാത്തതുകൊണ്ട് അതുകൊണ്ട് പുതിയ ആളുകൾ ഇത് വരാത്തത്. നമ്മൾ പഴയ ആളുകൾ കുറച്ചുള്ളൂ. ചെറുപ്പക്കാർ ആരും ഇതിലേക്ക് വരുന്നില്ല. അപ്പൊ എന്തായാലും മറ്റു കൃഷി പോലെ തന്നെ നമ്മൾ പേടിക്കാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിള തന്നെയാണ് നമ്മുടെ വെറ്റില കൃഷി എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കർഷകന്റെ കൂടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വെറ്റില കൃഷിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ നമ്മൾ ഈ അനുഭവമുള്ള കർഷകരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും നമ്മളുടെ കേരളത്തിൽ ഇതിന് അധികം ഉപയോഗം ഇല്ല. കേരളത്തിൽ ഉപയോഗം കമ്മിയാണ്. കേരളത്തിൽ ഇപ്പം വയനാട് അങ്ങനെ അട്ടപ്പാടി ഒക്കെ പോണത്. കേരളത്തില് വയനാട്ടിലൊക്കെ പോകുന്നുണ്ട്. അതായത് കോഴിക്കോട് ഭാഗം കുറച്ച് പോകുന്നുണ്ട്. കുറച്ച് ചെലവുള്ളത് ഇന്ത്യക്കാരൊക്കെ ഉണ്ടായോണ്ട് അങ്ങനെ കുറച്ച് വീട്ടിലൊക്കെ ചെലവായി പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ നാട്ടില് ഇവരൊക്കെ ഈ ബംഗാളികളും ബീഹാറികളൊക്കെ അതുകൊണ്ടാണ് ഇവിടെ പിന്നെയും പിടിച്ചു നിൽക്കുന്നത്. കേരളത്തിൽ തീരെ പോകില്ല. അവരെല്ലാം തിന്ന് മുറുക്കും. അപ്പൊ പുറത്തോട്ടാണ് പോകുന്നത്. ഇപ്പൊ പ്രധാനമായിട്ട് ഏത് സംസ്ഥാനത്തേക്കാണ് പോണത്? ഇപ്പൊ UP ഉത്തരേന്ത്യ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഡൽഹിക്ക് പോകുന്നുണ്ട്, ബോംബെക്കൊക്കെ പോകുന്നുണ്ട്, തിരൂരിന്ന് കയറ്റി പോകുന്നുണ്ട്. കേരളം പല സംസ്ഥാനങ്ങളെയും ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തെയും മറ്റു സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് ഇതുപോലെ ചില വിളകളുടെ അടുത്ത് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം പോയി പാകിസ്ഥാനിക്ക് തിരൂരിന്ന് കയറ്റി പോയി. പിന്നെ അതിന്റെ ശേഷം ഒരു നോട്ട് നിരോധിച്ച സമയത്ത് അതിന്റെ ശേഷം നിന്നതാണ്. അപ്പൊ പോണില്ല. പോലെ ശ്രീലങ്കന്റെ വീട്ടിലെ വാങ്ങണത്. അന്ന് കൂലി ചെലവ് കുറവിന്. പക്ഷെ അന്ന് നല്ല വിലയുണ്ടായി. 50 റുപ്യ 60 റുപ്യ. അന്നത്തെ 50 റുപ്യ 60 രൂപ ഉണ്ടായിന്. അപ്പൊ വിലയൊക്കെ പോയി. ഇറക്കിയ കാശ് നമുക്കൊരു 7 മാസം കൊണ്ട് 8 മാസം കൊണ്ടൊക്കെ നമുക്ക് കിട്ടില്ലേ? കിട്ടും. അത് ക്രമേണ കിട്ടുള്ളൂ. പെട്ടെന്ന് കിട്ടില്ല. ക്രമേണായിട്ട് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ നമ്മൾ വിചാരിച്ചാൽ അധികം കിട്ടും, ചിലപ്പോ കീഴ്പോട്ട് പോരും ചെയ്യും. അത് ഏതൊരു കൃഷിയിലുള്ള പോലെ വായൊക്കെ വെച്ചാല് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അധികം വരുന്നുണ്ടല്ലോ പൈസ. മറ്റേത് കൃഷിയുടെ പോലെ തന്നെ ചിലപ്പോൾ ലാഭം കൂടും, ചിലപ്പോൾ കുറയും ചെയ്യും. നേന്ത്രവാഴയും പച്ചക്കറിയൊക്കെ കൃഷിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലെ വലിയൊരു കാര്യം, നമ്മൾ ഈ ഒരു പന്തൽ ഇടുന്നത് ശരിക്കും 2 വർഷത്തേക്കാണ്. നല്ല സ്ട്രോങ് ആയ പന്തലാണെങ്കിൽ നമുക്ക് 2-ാം വർഷം ആകുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറവും ലാഭം കൂടുതലായിട്ടും വരും. അപ്പൊ എന്തായാലും ഇതും പേടിച്ച് നിൽക്കേണ്ട ഒരു മേഖലയൊന്നും അല്ല നമ്മുടെ വെറ്റില കൃഷി. ഇത് കൃഷി ചെയ്യുക, അതിനുള്ള മാർക്കറ്റ് നമുക്ക് കണ്ടെത്താം. നമ്മളെ കേരളത്തിൽ അധികം ഉപയോഗം ഇല്ലെങ്കിൽ പോലും ഇത് പുറം സംസ്ഥാനങ്ങളിലേക്ക് ഇത് കയറി പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ കെട്ടുകളാക്കി കഴിഞ്ഞത് ഇപ്പൊ എവിടേക്കാണ് നിങ്ങൾ എത്തിക്കുക? കീശ്ശേരി മുണ്ടമ്പറമ്പ് പറഞ്ഞ അവിടുന്ന് ഒരു വയനാട്ടിൽ കയറ്റുണ്ട്. അത് മാർക്കറ്റ് ഉണ്ട് അവിടെ മാർക്കറ്റ് ഉണ്ട്. അവിടെ മാർക്കറ്റ് ഒന്ന് കൽപ്പഞ്ചേരി ചന്ത, ഒന്ന് കോട്ടയ്ക്ക് ചന്ത. അത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ആ 2 ചന്തയിൽ ഇന്നുണ്ട് കച്ചവടം. അപ്പൊ നമ്മൾ ഈ സാധനം കെട്ടാക്കി നമ്മൾ അങ്ങോട്ട് മാർക്കറ്റ് കൃത്യമായിട്ട് നിലവാരം തരുന്നുണ്ട് കർഷകർക്ക്. കുറഞ്ഞ വില തരും. നമുക്ക് ഏകദേശം അറിയാൻ കഴിയും നിലവാരം. നുള്ളിയതാണ്. ഇതിന് പന്നിന്റെ പറഞ്ഞാൽ പന്നി 2 പേര് കള്ളി ഒന്നായിട്ട് കളച്ച് മാന്തി പുറത്തേക്ക് ഇട്ടതാ. മൊത്തം മാന്തി. പിന്നെ അവിടെയും പടി ഓരോ വള്ളിന്റെ ഞങ്ങള് ഇങ്ങനെ ഇറക്കി കെട്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കണ്ട് ഒപ്പിച്ച് ഇങ്ങനെ പോകുന്നതാണ്. എന്നിട്ട് വെയിലടിക്കണേനാ. കേറാൻ പറ്റില്ല. വെള്ളം പ്രശ്നം. പച്ച സീറ്റ് അങ്ങനെ പച്ച സീറ്റ് ആക്കി. അപ്പൊ ഈ കുറച്ച് വെയിൽ കുറവുണ്ടാവും. ഇന്നത്തെ പുതുതലമുറ ഈ വെറ്റിലക്കൊടി കൃഷിയിലേക്ക് വരാത്തതിന്റെ കാരണം ഇതുപോലെ ഈ വലിയ പന്തലിടുന്നതിന്റെ ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ നല്ല വേനലാകുമ്പോൾ ഇതുപോലെ ഈ ഗ്രീൻ നെറ്റ് മുകളിൽ കൂടി ഇട്ട് ഒരു ഷെയ്ഡൊക്കെ കൊടുക്കണം. നല്ല തിക്കായ ഒരു ഇലയാണല്ലോ. ലാസ്റ്റ് ഇട്ട കൊടിയാ. കാരണം ഇതിലിട്ട് 2 മാസം കഴിഞ്ഞ രസം
2 മാസം കഴിഞ്ഞതിന്റെ ശേഷം ഇട്ടതിന്റെ ശേഷം കൊടികളാണ്. അതാണ് ഇത് ആക്കത്തില് പതിക്കായിട്ടുള്ളൂ. ഞങ്ങളിത് ഇങ്ങനെ നുള്ളു ഇപ്പോഴാണ് പതി നുള്ളിയിട്ട് മണ്ണിക്ക് ഇറക്കി വെക്കും. ഇറക്കാനുള്ളതാണ്. ഇനി ഇത് ഇറക്കൂല, പക്ഷെ ഇറക്കുന്ന സമയം കഴിഞ്ഞ് ഈ ചൂടായി ഇതിങ്ങനെ ഇറക്കിയിട്ട് വെക്കണം. ഇതൊക്കെ അങ്ങനെ ഇറക്കി വെച്ച കൊടി അത്. അതുകൊണ്ടാണ് ഈ സൈഡിൽ ഇത്ര കണ്ണി, അല്ലെങ്കിൽ ഈ കണ്ണി ഇത്ര വരുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ് മിഞ്ഞാന്ന് നടന്ന നുള്ളിയതാ. നുള്ളി കഴിഞ്ഞുകൊണ്ട് നിൽക്കാണ്. നുള്ളി കഴിഞ്ഞ് ഈ പൊടി പറ്റുള്ളൂ. ഇത് കന്നിമാസം അവിടെ ഇറക്കണം. ഇനിയിപ്പോ വേനലായ ദിവസമായില്ലേ, ഇപ്പൊ ഇറക്കിയിട്ട് വെള്ളം ഇത് ഒരു 2 മാസം കൂടി കിട്ടും. പിന്നെ വെള്ളം പറ്റും. പിന്നെ മോട്ടറിന് നനക്കല. 3 മാസം കിട്ടും. മഴ വൈകിയോണ്ട് നേരത്തെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കിട്ടും. 2-3 മാസം കൂടി കിട്ടും. പിന്നെ പറ്റും. ഇത് ഞങ്ങള് പഴയ കൊടി വെട്ടിക്കാണ്ട്, ഇത് കൊടി മോശമാണ്, വെട്ടിക്കാണ്ട് ഇറക്കി വെച്ചത്. അത് പഴയ കൊടി അടി വെട്ടിക്കാണ്ട്, മൂത്ത കൊടി ഉണ്ടല്ലോ, അതിന്റെ അടി ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊട്ടി തോത്തിട്ട് ഇങ്ങനെ എത്ര വരെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഇറക്കി വെക്കും. അപ്പൊ ഇറക്കി വെക്കുമ്പോൾ പിന്നെ കരുത്ത് കൂടും. 2 വർഷം എത്തിയാലും നമുക്ക് ഇതുപോലെ ഇറക്കി വെക്കാം. ഇപ്പം പന്തലിന് ബലം വേണം. അപ്പൊ ഇത് ശരിക്കും മുകളിലേക്ക് കയറി ഇങ്ങോട്ട് ഈ 2 സൈഡിലേക്ക് ഇങ്ങോട്ട് ചായും അങ്ങോട്ട് മറിഞ്ഞോട് അങ്ങോട്ട് ഒന്നായിട്ട് തല മുറിച്ച് ഇടുക. അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് കൂടും. കൂടും തല മുറിച്ചിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾക്ക് അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു വിളയാണ് നിങ്ങളെന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഇതിന്റെ ഉപയോഗം വളരെ കുറവാണെങ്കിൽ പോലും ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ചെലവാക്കുന്ന പൈസ എന്താ പറയാ, ഒരു 100% തിരിച്ചു കിട്ടും. 2 വർഷത്തിനകത്ത് എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും. അധികം നഷ്ടം ഒരിക്കലും ഇല്ലാത്തൊരു കൃഷിയാണ്. ഇതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 100% വിജയിക്കാവുന്ന കൃഷിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പുതിയ ഒരു വിളയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന മുജീബ് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോട് നന്ദി പറയുന്നു. ഈ വീഡിയോയിലുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.